ഹായ്, ഞാൻ മനോജ് നിലകണ്ഠൻ, കോർപ്പറേറ്റ് ട്രെയിനറാണ്. ഒരു നല്ല സെയിൽസ് പ്രൊഫഷണലാകാൻ ചെയ്യേണ്ട 10 സിമ്പിൾ സ്റ്റെപ്സ് അടങ്ങുന്ന വീഡിയോ സീരീസിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസ്കിങ് ഫോർ റെഫറൻസസ്. ഫീഡ്ബാക്ക് നല്ലതാണെങ്കിൽ വളരെ പൊളൈറ്റായിട്ട് റെഫറൻസ് ചോദിക്കണം. ഒരിക്കലും ഡിമാൻഡ് ചെയ്യരുത്, റിക്വസ്റ്റ് ചെയ്യുക. ആൻഡ് മേക്ക് ഇറ്റ് ഈസി ഫോർ ദം, ഡോണ്ട് മേക്ക് ഇറ്റ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ്. അതുപോലെ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോണ്ട് ഡിലേ ആസ്കിങ് റെഫറൻസസ് ഇഫ് ദ ഫീഡ്ബാക്ക് ഈസ് ഗുഡ്. അറ്റ് ദ സെയിം ടൈം ഡോണ്ട് ഹറി അപ്പ് ടു മച്ച് ഓൾസോ. റെഫറൻസ് സമയത്ത് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്, വുഡ് യു റെക്കമെൻഡ് അവർ പ്രൊഡക്റ്റ് ഓർ സർവീസ് ടു അതേഴ്സ്? യെസ് ആണ് ആൻസർ എങ്കിൽ വി ക്യാൻ ആസ്ക് റെഫറൻസ്. നോ ആണെങ്കിൽ വി ക്യാൻ ആസ്ക് സർ വൈ, മാഡം വൈ, ക്യാൻ യു പ്ലീസ് ഷെയർ യുവർ എക്സ്പീരിയൻസ്, ഹൗ ക്യാൻ വി ഇംപ്രൂവ്. അതിനുശേഷം അത് റെക്ടിഫൈ ചെയ്യാമെങ്കിൽ റെക്ടിഫൈ ചെയ്തിട്ട് റെഫറൻസ് ചോദിക്കാവുന്നതാണ്. ഓൾസോ വി ക്യാൻ ഇൻസെൻറ്റിവൈസ് ദ കസ്റ്റമർ ഫോർ ഗിവിങ് റെഫറൻസസ്. ഫോർ എക്സാമ്പിൾ, കോളേജ് അഡ്മിഷൻ സമയത്ത് കാണാറുള്ളൊരു കാര്യമാണ്, സെക്കൻഡ് ഇയർ ഓർ തേർഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ഫ്രണ്ട്സിനെയോ മറ്റോ അഡ്മിഷന് കൊണ്ടുവരികയാണെങ്കിൽ ഈ റെഫറൻസ് തരുന്ന കുട്ടികളുടെ അടുത്ത വർഷത്തെ ഫീസിൽ നിന്നും ഒരു എമൗണ്ട് കുറച്ച് കൊടുക്കാറുണ്ട്, ഫീസ് കൺസെഷൻ കൊടുക്കാറുണ്ട്. അതൊരു നല്ല എക്സാമ്പിളാണ്. ഇതുപോലെ എല്ലാ ഇൻഡസ്ട്രിയിലും ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, റിയൽ എസ്റ്റേറ്റ്. ഒരു ബിൽഡർ നല്ല ഫ്ലാറ്റുകൾ വെച്ച് കൊടുത്തു, കസ്റ്റമർ ഹാപ്പി ആണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ റെഫറൻസ് ആ ഫ്ലാറ്റുകൾ വാങ്ങാൻ ചാൻസ് ഉണ്ട് റെഫറൻസ് വഴി. റെഫറൻസ് വഴിയുള്ള സെയിലിൽ നോർമൽ സെയിലിനേക്കാളും കോസ്റ്റ് 30 to 50% കുറവാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. എന്ന് മാത്രമല്ല, ഫാസ്റ്റർ കൺവേർഷൻസ് ആയിരിക്കും, ഒബ്ജെക്ഷൻസ് വരാനുള്ള ചാൻസ് കുറവാണ്, നെഗോഷിയേഷൻസ് അധികം ആവശ്യമില്ല. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ട്രെയിനിങ്. ഇഫ് യു ആർ പ്രൊമോട്ടിങ് ട്രെയിനിങ് പ്രോഗ്രാംസ്, കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ക്യാമ്പസിൽ ട്രെയിനിങ് കൊടുത്തു, നല്ല എക്സലൻറ്റ് ഫീഡ്ബാക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും വി ക്യാൻ ആസ്ക് ഫോർ റെഫറൻസസ് ഇൻ ദെയർ അതർ ബ്രാഞ്ചസ് ഓർ അതർ ലൊക്കേഷൻസ് ഓർ ദെയർ അതർ കണക്ഷൻസ്. So this is a very, very important step. You should never ignore this step of asking for references, and the sales process becomes much easier through this kind of a process than normal process. Thank you for watching. Please like, share and subscribe my channel, and also press the bell icon to get notifications for new videos.